ഒരു സിനിമയിൽ ചില പ്രത്യേക കഥാപാത്രങ്ങൾക്ക് ഒരു സ്പെഷ്യൽ ഇൻട്രോ കൊടുക്കാറുണ്ട് അല്ലേ? ലൈക്ക് എ ഹീറോ, എ മെയിൻ വില്ലൻ ഓർ an important cameo. They rarely just walk into the screen അല്ലേ? In majority of the cases there will be a powerful background score that tells us that this person is important. അതുപോലെ തന്നെ കഥകളിയിലും ചില ക്യാരക്ടേഴ്സിന് ഒരു പ്രത്യേകമായ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ ഉണ്ട്. അതിനെയാണ് തിരനോട്ടം എന്ന് പറയുന്നത്. കഥകളി's version of a cinematic character reveal. പ്രധാനമായും കത്തി, ചുവന്നതാടി, വെള്ളത്താടി, കരി തുടങ്ങിയ വേഷങ്ങൾക്കും മറ്റു ചില പ്രത്യേക കഥാപാത്രങ്ങൾക്കുമാണ് തിരനോക്ക് ഉള്ളത്. സിനിമയിൽ നിന്നുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പച്ചവേഷത്തിന്, അതായത് ആ സ്റ്റോറിയിലെ നായകൻ പച്ചവേഷമാണെന്നുണ്ടെങ്കിൽ he doesn't have an intro or a തിരനോക്ക്. Before the abhinaya begins, the audience is given a chance to admire the character's makeup, costumes, appearance and personality. ആ കഥാപാത്രത്തിന്റെ രൂപഭംഗിയും പ്രൗഢിയും സ്വഭാവവും പ്രേക്ഷകന് മുഴുവനായും ആസ്വദിക്കാനുള്ള ഒരു അവസരമാണ് തിരനോക്ക്. മേളത്തിന്റെ അകമ്പടിയോടെ തിരശ്ശീല മെല്ലെ താഴ്ത്തി കൃത്യമായ താളത്തിൽ കണ്ണിന്റെയും മുഖത്തിന്റെയും ശരീരത്തിന്റെയും കൈകളുടെയും നിയന്ത്രിതമായ ചലനങ്ങളിലൂടെ എരിയുന്ന ദീപനാളത്തിന് മുന്നിൽ കഥാപാത്രം ആദ്യമായി പ്രേക്ഷകരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. എവറി ഐ മൂവ്മെന്റ്, എവറി ഹെഡ് ടേൺ ആൻഡ് എവറി ബോഡി മൂവ്മെന്റ് ഈസ് കെയർഫുള്ളി കൊറിയോഗ്രാഫ്ഡ്. കത്തിയുടെയും വെള്ളത്താടിയുടെയും ചുവന്നതാടിയുടെയും കരിയുടെയും ഒക്കെ തിരനോക്കുകൾ വ്യത്യസ്തമാണ്. ബിക്കോസ് എവറി ക്യാരക്ടർ ഹാസ് എ ഡിഫറെന്റ് പേഴ്സണാലിറ്റി ആൻഡ് തിരനോക്കിൽ പ്രകടമാവുന്നത് ആ ഒരു കഥാപാത്രത്തിന്റെ സ്ഥായി ഭാവമാണ്. കത്തിവേഷങ്ങളുടെ തിരനോട്ടത്തിന് ശംഖുവിളി, ആലവട്ടം, മേലാപ്പ് എന്നിവയുണ്ടാവും. ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇത് കാണാൻ. സോ നെക്സ്റ്റ് ടൈം വാച്ച് എ കഥകളി പെർഫോമൻസ്, തിങ്ക് ഓഫ് തിരനോക്ക് ആസ് എ സിനിമാറ്റിക് ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ.